പൊളിറ്റിക്കൽ സയൻസ് ആരാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കേണ്ടത്? ടീച്ചിങ് അല്ലാതെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? സ്കോളർഷിപ്പുകൾ ഉണ്ടോ? ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നമുക്ക് ഹയർ സ്റ്റഡീസിന്റെ പോസിബിലിറ്റി ഉള്ളത്? നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ഹയർ സെക്കൻഡറി പഠിച്ചു കഴിഞ്ഞാൽ UGയിലേക്ക് വരുമ്പോൾ ലോകത്ത് തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലെല്ലാം പൊളിറ്റിക്കൽ സയൻസ് സ്റ്റിൽ ഒരു ലീഡിംഗ് ഡൊമൈൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാൻ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അംസ്ട്രാച്ച് കോളേജ്, ഹിന്ദു കോളേജ് അടങ്ങുന്ന പ്രീമിയം കോളേജുകൾ, കൂടാതെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അശോക് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ ന്യൂലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് യഥാർത്ഥത്തിൽ ലിബറൽ ആർട്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രീമിയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ ഡൊമൈൻ ആയിട്ട് എടുക്കുകയും അതിന് റിസർച്ച് വരെ എത്തുന്ന സാഹചര്യം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. IIM പോലോ ഇപ്പോൾ BSM എന്ന് പറയുന്ന ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അവിടെയും പൊളിറ്റിക്കൽ സയൻസിനെ കാണാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും പൊളിറ്റിക്കൽ സയൻസ് ഇപ്പോൾ ഒരു ഡൊമൈൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ആരാ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, റീഡിംഗ് സ്കില്ലുള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടീച്ചിങ് അല്ലാതെ ഏകദേശം ഒരു 10ഓളം കരിയറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ അതിൽ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വയ്ക്കാം. ഒന്ന്, നമുക്ക് പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്ന് പറയുന്ന, ക്യാമ്പയിൻ മാനേജർ എന്ന് പറയുന്ന, NGOയിൽ വിവിധ പ്രോജക്റ്റുകളുടെ മാനേജേഴ്സ് ആയിട്ട് വരുന്ന, പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ പൊളിറ്റിക്കൽ സയൻസിൽ അപ്പാർട്ട് ഫ്രം ദ ടീച്ചിങ് കരിയറാണ്. അതിൽ UPSCയും KSO ഒക്കെ പോലത്തെ സാധ്യതകൾ നമ്മൾ മുന്നിലുണ്ട് കേട്ടോ. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വിവിധ സോഫ്റ്റ്വെയറുകളിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇപ്പോൾ ക്യാമ്പയിൻ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന സിഫോളജി ഒക്കെ പോലത്തെ മേഖലകളൊക്കെ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് മോഡാണ്. 5 മേഖലകൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഡൊമൈൻ ആയിട്ട് എക്സ്റ്റൻഡ് ആയിട്ടുണ്ട്. അതിലൊന്ന് പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ്. ഒപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഏരിയയും, അതോടൊപ്പം തന്നെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാണാൻ വേണ്ടി പറ്റും, ഏരിയ സ്റ്റഡീസ് ഉണ്ട്, ഡെവലപ്മെന്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ ഒരു 5 ഏരിയൽ പൊളിറ്റിക്കൽ സയൻസിന്റെ കണ്ടിന്യൂസ് സ്റ്റഡീസ് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഗവൺമെന്റിലൊക്കെ PROമാരൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. ആ PROമാര് പ്രധാനമായും പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ ആളുകളെയാണ് നമ്മൾ കാണാറുള്ളത്. സ്കോളർഷിപ്പ് എടുത്തു നോക്കുമ്പോൾ ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ ഒന്നാണല്ലോ ഫുൾ ബ്രൈറ്റ്സ്. അതിൽ പൊളിറ്റിക്കൽ സയൻസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ PhD കൊടുക്കുന്നുണ്ട്, ഡാഡ് ജർമ്മൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്കോളർഷിപ്പുകൾ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കരിയർ മാപ്പിംഗ് TVയിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞാൽ എത്ര സാലറി പാക്കേജ് നമുക്ക് കിട്ടും, ഏതൊക്കെ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിലാണ് നമുക്ക് ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.